ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ചാനൽ. പണ്ട് വളരെ പണ്ട് റോമ സാമ്രാജ്യം ഭരിച്ച ഒരു ചക്രവർത്തിയായിരുന്നു ക്ലോഡിയസ് രണ്ടാമൻ. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഒരു ഔദ്യോഗിക ഉത്തരവിറക്കി. ആ നാട്ടിലെ ചെറുപ്പക്കാർ വിവാഹം കഴിക്കുന്നത് വിലക്കിയിട്ടുള്ള ഉത്തരവായിരുന്നു അത്. ആ സമയത്ത് അവിടെയുള്ള പ്രശസ്തനായ ഒരു കാത്തലിക് പ്രീസ്റ്റായിരുന്നു സെയിൻറ്റ് വാലന്റൈൻ. അദ്ദേഹത്തിന് ഈ ചക്രവർത്തിയുടെ ഉത്തരവ് അത്ര ദഹിച്ചില്ല. അദ്ദേഹം സീക്രട്ടായിട്ട് രഹസ്യമായിട്ട് കല്യാണങ്ങൾ നടത്തി കൊടുക്കുമായിരുന്നു. ഇതിൽ രോഷാകുലനായ ചക്രവർത്തി അദ്ദേഹത്തെ തുറുങ്കിലടച്ചു. ആ തുറുങ്കിലെ ജയിലറുടെ അന്ധയായ മകളെ സെയിൻറ്റ് വാലന്റൈൻ ഹീൽ ചെയ്യുകയും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകുകയും ചെയ്തു. അദ്ദേഹത്തെ ഫെബ്രുവരി 14 AD 269 വധശിക്ഷയ്ക്കു വിധിച്ചു. അതിന് തലേന്ന് ഈ ജയിലറുടെ മകൾക്ക് സെയിൻറ്റ് വാലന്റൈൻ ഒരു ലെറ്റർ അയച്ചു. അതിൽ ഫ്രം യുവർ വാലന്റൈൻ എന്നായിരുന്നു വെച്ചത്. അതിനുശേഷം അത് കഴിഞ്ഞു, കാലം ഒരുപാട് കഴിഞ്ഞു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഈ ഫെബ്രുവരി 14 കമിതാക്കൾ പ്രണയിക്കുന്നവർ ഗ്രീറ്റിംഗ് കാർഡ്സ് എക്സ്ചേഞ്ച് ചെയ്തും ഗിഫ്റ്റ് കൊടുത്തും ഈ ദിവസത്തെ പ്രണയിക്കുന്നവരുടെ ഒരു ഓർമ്മ ദിവസമാക്കി മാറ്റി. അത് കഴിഞ്ഞ് കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ പല പ്രോഡക്റ്റും പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ദിവസമായി ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എന്നുള്ള ഒരു ആഗോള മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുകയാണ്. ഇതാണ് വാലന്റൈൻസ് ഡേൻ്റെ ചരിത്രം. നമ്മൾ ചരിത്രം പറയാനല്ല വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറ നേരിടുന്ന പ്രധാന ഡിലമകളിൽ ഒന്നാണ് ഹൗ ടു ഹാൻഡിൽ റിജക്ഷൻ. അവർ പലതരത്തിലുള്ള ഡിലമാസ് ഫേസ് ചെയ്യുന്നുണ്ട്. ജോലി സ്ഥലത്തായാലും റിലേഷൻഷിപ്പിലായാലും മറ്റ് ഒരുപാട് സോഷ്യൽ ഇതിൽ എങ്ങനെയാണ് ഇവർ റിജക്ഷൻ, എസ്പെഷ്യലി പ്രണയ പരാജയങ്ങൾ, പ്രണയവും റിലേഷൻഷിപ്പായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നിഷാദ് കരീം, ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ്. കാലഘട്ടം മാറി, കഥ മാറി, ഒരുപാട് ഡിജിറ്റൈസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പഴയ കാലത്തെ പ്രണയത്തിൻ്റെ ചേഷ്ടകളും എക്സ്പ്രഷൻസും റിയാക്ഷൻസും എല്ലാം മാറി. സോഷ്യൽ മീഡിയ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ പേസ് കൂട്ടി. അതുപോലെ തന്നെ നമ്മുടെ വളരെ സങ്കീർണമായിട്ടുള്ള ഇമോഷൻസിനെ വളരെ സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ നമ്മളെ പഠിപ്പിച്ചു. അതിൻ്റെ കൂടെ ഒരുപാട് ചലഞ്ചസും. എന്താണ് റിജക്ഷൻസ്? എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ പല കാലഘട്ടത്തിലും പല രീതിയിലുള്ള റിജക്ഷൻസ് നേരിടേണ്ടി വരും. പലരും പല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും. നമ്മുടെ ചെറുപ്പക്കാർ ഇപ്പോൾ ഇങ്ങനെയുള്ള റിജക്ഷൻ വരുമ്പോൾ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. എങ്ങനെ നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാം? ഒന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും പറയും നമ്മൾ എങ്ങനെയുള്ളൊരു പാരൻ്റ് ആവണം. ഫ്രണ്ട് ആവണോ, സ്ട്രിക്റ്റ് പാരൻ്റ് ആവണോ? അതിനുള്ളൊരു ആൻസറാണ് ബി എ ഫ്രണ്ട്ലി പാരൻ്റ്. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ റിലേറ്റീവ്സ്, അവർക്ക് എന്തെങ്കിലും അവർ ഫേസ് ചെയ്യുന്ന മാനസികമായ സംഘർഷങ്ങൾ, ഇമോഷണൽ ഡിലമകൾ എപ്പോഴും നിങ്ങളോട്ട് ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം. കാരണം പാരൻസിനെ പോലെ കുട്ടികളുടെ വെൽബീയിങ് ആഗ്രഹിക്കുന്ന ആരും ഉണ്ടാവില്ല. പിന്നെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു വെർച്വൽ വേൾഡിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും ദേ ആർ നോട്ട് മേക്കിംഗ് ഫ്രണ്ട്സ്, ദേ ആർ ഓൺലി ആഡിങ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോപ്പപ്പ് മെക്കാനിസം ഡെവലപ്പ് ചെയ്തെടുക്കുക നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ ആയിട്ട്. അപ്പോൾ നമ്മളുമായിട്ട് നമ്മുടെ ഇമോഷണൽ ഡിലമാസും നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തുക. പലപ്പോഴും നമ്മളൊരു ബ്രേക്കപ്പ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ ഡിഫിക്കൽട്ടായിട്ടും സെൽഫ് ടോർച്ചറിങ്ങും ഒരു റിവെഞ്ചും ഒരു സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കാണ് പോകുന്നത് കാണുന്നത്. ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത് എപ്പോഴും വിഡ്രോവൽ ഓഫ് റൊമാൻറ്റിക് ലവ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് നമ്മളെപ്പോഴും ഡ്രഗ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന രാസപ്രവർത്തനം ഏകദേശം ഈക്വലായിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെറുപ്പക്കാർ ഡിപ്രഷനിലേക്കും ലോൺലിനെസ്സിലൊക്കെ പോകും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സ്ട്രോങ് കോപ്പപ്പ് മെക്കാനിസം എപ്പോഴും അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറെ നമ്മളിപ്പോൾ ഒരു പ്രണയം, ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ ഏറ്റവും സ്വീറ്റ് മൊമെൻറ്റ്സ് ആയിരിക്കും എപ്പോഴും ആളുകൾ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇൻ കേസ് ഓഫ് എ ഫെയിലിയർ. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ പാർട്ട്ണറിൻ്റെ, ഇതൊരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ്, പാർട്ട്ണറുടെ നെഗറ്റീവ് പോയിൻറ്റ്സ് എപ്പോഴും നമ്മൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് അതെപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും ഒരു പ്രണയത്തിൻ്റെ ഫെയിലിയർ നമ്മൾ തേടിപ്പോകുന്നത്, കാരണം അതിനൊരു റാഷണലില്ല, അത് തേടിപ്പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ പഴയ മൊമെൻറ്റ്സിലേക്ക് പോവുകയും അത് നമ്മുടെ ലെവൽസ് ഓഫ് റിഗ്രറ്റ്സ് കൂട്ടുകയും ചെയ്യും.
ഒരു കാര്യം എപ്പോഴും ഓർക്കണം, എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള പല സക്സസ് സ്റ്റോറീസിലെ നായകന്മാർ ജീവിതത്തിൽ പല രീതിയിലുള്ള റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അമിതാഭ് ബച്ചൻ ഓൾ ഇന്ത്യ റേഡിയോ സൗണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. മിസ്റ്റർ ബീൻ എക്സ്പ്രഷൻ നല്ലതല്ല എന്ന് പറഞ്ഞു ടെലിവിഷനിൽ നിന്ന് റിജക്റ്റ് ചെയ്തു. എപ്പോഴും റിജക്ഷൻസ് നമ്മളെ തന്നെ ഔട്ട്ഗ്രോ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ലെറ്റ് ഗോ ഓൾ ദീസ് കൈൻഡ് ഓഫ് ഫീലിങ്സ് വിച്ച് വിൽ റിയലി പുൾ യു ഡൗൺ and create strong cope-up mechanism that will help you to address your emotional dilemmas. Hope this video is useful. Thank you very much for watching this.